വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേലിന് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോഴിതാ ജോർദാനിൽ നിന്നും ആക്രമണം. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലിരുന്ന ജോർദാൻ വെസ്റ്റ് ബാങ്ക് ക്രോസിംഗിലാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 3 ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു. ജോർദാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലുള്ള ചരക്ക് ഗതാഗതം നിയന്ത്രിക്കുന്ന ചെക്ക് പോസ്റ്റിലാണ് സംഭവം. ജോർദാനിൽ നിന്നും വന്ന ട്രക്കിൽ നിന്നാണ് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തതും 3 ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടതും. ഇസ്രായേലി സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ അക്രമി കൊല്ലപ്പെട്ടു. ഈ ക്രോസിംഗിലൂടെയായിരുന്നു ഗസയിലേക്ക് ജോർദാനിൽ നിന്നും സഹായങ്ങൾ വന്നിരുന്നത്. ഇതോടുകൂടി ജോർദാൻ ബോർഡറിലുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും ഇസ്രായേൽ അടക്കുകയും ചെയ്തു. പ്രൈം മിനിസ്റ്റർ നെതന്യാഹു തന്റെ ക്യാബിനറ്റ് മീറ്റിംഗിന്റെ തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇത് വിനാശകരമായ സമയമാണ് ഇസ്രായേലിനെന്നാണ്. അക്രമാസക്തനായ ഭീകരവാദി വളരെ ദാരുണമായാണ് 3 ഇസ്രായേലി പൗരന്മാരെ കൊല ചെയ്തത്. ഇരകളുടെ കുടുംബത്തെ എന്റെയും എന്റെ ഗവൺമെന്റിന്റെയും അഗാധമായ ഖേദം അറിയിക്കുന്നു, അഗാധമായ അനുശോചനം അറിയിക്കുന്നു എന്നാണ്. ഇറാന്റെ നേതൃത്വത്തിലുള്ള തിന്മയുടെ ശക്തികളുടെ കൊലപാതക പ്രത്യാശാസ്ത്രത്തെ ഞങ്ങൾ ഉപരോധിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലായി ഇസ്രായേലിന്റെ 6 ബന്ദികളെയും 3 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് അതിദാരുണമായി ഈ ഭീകരവാദികൾ കൊന്നുകളഞ്ഞത്. കൊലപാതകികൾ നമ്മെ വേർതിരിക്കുന്നില്ല. നമ്മുടെ അവസാനത്തെ ആളവരെ കൊല്ലാൻ അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന വ്യത്യാസമില്ല. അവർക്ക് മതേതരവാദികളെന്നോ മതവാദികളെന്നോ വേർതിരിവില്ല. അവർക്ക് ജൂതരെന്നോ ജൂതരല്ലാത്തവരെന്നോ വേർതിരിവില്ല. എല്ലാ ഇസ്രായേലികളെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. നെതന്യാഹു തന്റെ വാക്കുകളിലൂടെ മുഴുവൻ ഇസ്രായേലികളെയും തനിക്ക് അനുകൂലമാക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നോക്കുന്നത്. ഈ പ്രസ്താവനയിലൂടെ മുഴുവൻ ഇസ്രായേലികളും ഫലസ്തീനികൾക്കെതിരെ തിരിയുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഫലസ്തീനിലെ ഹമാസിന്റെ പേരിൽ സാധാരണ മനുഷ്യരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്ന നെതന്യാഹുവിന് ഈ വേർതിരിവിന്റെ ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? ഫലസ്തീനിലെ സ്ത്രീകളോടും കുട്ടികളോടും കാണിക്കാത്ത വിവേചനം അവരിൽ നിന്നും ഇസ്രായേലികൾക്ക് എങ്ങനെ തിരിച്ചു ലഭിക്കാനാണ്? ഫലസ്തീനികളെ ഇത്രയധികം കൊന്നൊടുക്കുമ്പോഴും ജോർദാൻ ഏറ്റവും നല്ല സുഹൃതരാജ്യമായി, ഇസ്രായേലിന്റെ ഏറ്റവും നല്ല സുഹൃതരാജ്യമായി നിലനിൽക്കുകയായിരുന്നു. ജോർദാനും ഇസ്രായേലും സുരക്ഷാ ക്രമീകരണത്തിൽ പരസ്പര ധാരണയോടുകൂടി സഹവർത്തിച്ചു വരികയായിരുന്നു. ആ രാജ്യങ്ങൾക്കിടയിലാണ് ഈ കൊലപാതകം ഇപ്പോൾ വിള്ളൽ വീഴ്ത്തുന്നത്. അക്രമിയെ കൊല ചെയ്തതിന് പുറമെ 2 ട്രക്ക് ഡ്രൈവർമാരെ കൂടി ഇസ്രായേൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജോർദാൻ വെസ്റ്റ് ബാങ്കിന്റെ അതിർത്തിയിലെ അലൻബി ക്രോസിംഗിലാണ് ജോർദാന്റെ പൗരന്റെ വെടിയേറ്റ് 3 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടത്. ഇതിനിടയിൽ ഇസ്രായേൽ മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നോർത്ത് വെസ്റ്റേൺ സിറിയയിൽ 14-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ആക്രമണം നടത്തിയത് മസിയാഫിലുള്ള സയന്റിഫിക് റിസർച്ച് സെന്ററിലും ഡിഫൻസ് ലബോറട്ടറിയിലുമാണ്. ടാർട്ടൂസ്, ഹമ്മ എന്നീ 2 ഗവർണറേറ്റുകളിലായാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ നിരവധി തവണയാണ് സിറിയയിൽ വ്യോമാക്രമണം നടത്തിയത്. സിറിയയിലെ ഇറാന്റെയും ഇറാൻ അനുബന്ധ കക്ഷികളുടെയും സ്വാധീനവും ശക്തിയും ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേലിന്റെ ആക്രമണം. ഇറാനിൽ നിന്നും, ഇറാഖിൽ നിന്നും, സിറിയയിൽ നിന്നും ലബനൻ ആയുധങ്ങൾ ലഭിക്കാതിരിക്കുക ഇസ്രായേലിന്റെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. അതിനു പുറമെ സിറിയയിൽ നിന്നുകൂടി ഒരു യുദ്ധമുഖം ഇറാൻ തുറക്കരുത്. ഇതിന് ഇറാൻ സാധ്യമാവാത്ത നിലയിൽ ഇറാന്റെ പ്രോക്സികളുടെ ശക്തിയും ആയുധബലവും ഇല്ലാതാക്കുക, അതിനുവേണ്ടി കൂടിയാണ് ഇസ്രായേലിന്റെ ആക്രമണം. അതേസമയം ലബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ശക്തമായി തന്നെ ഇപ്പോഴും ഇസ്രായേലിന് നേരെ നടക്കുന്നുണ്ട്. തിരിച്ച് ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളിലേക്ക് ഇസ്രായേലിൽ നിന്നും വ്യോമാക്രമണവും നടക്കുന്നുണ്ട്.